seems to hear words of good cheer from everywhere, filling the air. Oh, honey palm breeze in the sound of a daytime in a town, killing the rain while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. എൻ്റെ കുഞ്ഞുനാളിലെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ബർത്ത്ഡേയും ഡിസംബർ മാസത്തിലാണ്, ഉണ്ണീശോയുടെ ബർത്ത്ഡേയും ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഞാനും ഉണ്ണീശോയും തമ്മിൽ ഒരു ഭയങ്കര ബോണ്ട് ഉണ്ടെന്നൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലായിരുന്നു എനിക്ക്. ക്രിസ്മസ് എന്ന് പറയുമ്പം എൻ്റെ ബർത്ത്ഡേ പോലെ തന്നെ ഈശോയുടെ ബർത്ത്ഡേ, അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സമയം. അതായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ഓർമ്മ. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടിയെത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും അമ്മയും 3 പെങ്ങന്മാരോടും കൂടി എൻ്റെ ചെറിയ പ്രായത്തിലാണേ ഞങ്ങളിങ്ങനെ പള്ളിയിൽ പോകുന്നൊരു സംഭവമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സമയത്ത് നല്ല പൂർണ്ണ നിലാവുള്ള സമയമാണ്. വീട്ടിൽ നടന്നു പോകണം, ഒരു 3-3.5 കിലോമീറ്റർ നടക്കണം പള്ളിയിലോട്ട്. പാതിരാ കുർബാനയ്ക്ക് പോകുന്നത് ഭയങ്കര രസമാണ്. അവരെയൊക്കെ കയ്യെ തൂങ്ങി ആടിപ്പാടി ഞങ്ങളൊരു പോക്കുണ്ട്, കിടു സാധനമാണ്. പക്ഷെ അന്നും എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പള്ളിയിലൊക്കെ എത്തുമ്പോൾ ഈ ക്രിസ്മസിന് ഈ പാതിരാ കുർബാന സമയത്ത് പടക്കം പൊട്ടി ശരിക്കും പെട്ടെന്ന് അങ്ങ് നമ്മൾ ഞെട്ടിപ്പോകും. അത് ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും അത്ഭുതമായിട്ട് എനിക്ക് തോന്നി എന്നാണെന്നറിയോ, ഈ ക്രിസ്മസിന്റെ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ണീശോ ഒക്കെ പിറന്നു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയല്ലേ. ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഞാൻ കണ്ടേക്കുന്നത്, എൻ്റെ കുഞ്ഞുപ്രായത്തിൽ കണ്ടേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പുൽക്കൂടിന്റെ മേലോട്ട് ഇങ്ങനെ നക്ഷത്രം ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിരുന്നു, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയൊരു സമയമുണ്ട്. ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് മനസ്സിലായി. സംഭവം എന്താണെന്നറിയോ, നമ്മൾ ഈ നക്ഷത്രം ഇങ്ങനെ വലിച്ച് ഈ പുൽക്കൂടിന്റെ മുകളിലോട്ട് എത്തിക്കുന്നതായിരുന്നു. ഈ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കര കളർഫുൾ ആയ ഒരു ക്രിസ്മസ് ആയിരുന്നു പഴയ കാലഘട്ടം. ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അന്നത്തെ കാലത്ത് പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ചൂട്ടൊക്കെ കത്തിച്ച് വെളിച്ചത്തിന് പകരമായി അതാണ് ഉപയോഗിക്കുക. അങ്ങനെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ 3 കുർബാനയാണ് ഒരച്ഛൻ ചെല്ലുക. 3 കുർബാനയും കണ്ടിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുക. അപ്പോൾ അത്രയും ശക്തമായ ഒരു അവസ്ഥ അവിടെ ഉള്ളപ്പോൾ പുൽക്കൂട് കാണാനൊക്കെയുള്ള ഭയങ്കരമായ താല്പര്യങ്ങൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു, ചെറിയ കാലത്ത്. അതുപോലെ തന്നെ നക്ഷത്ര വിളക്കുണ്ടാക്കുന്നത് ഞങ്ങൾ പേപ്പറൊക്കെ മേടിച്ച് അത് സ്വന്തമായിട്ട് വെട്ടിയുണ്ടാക്കി അതിനകത്തൊരു തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നക്ഷത്ര വിളക്ക് അന്നത്തെ കാലത്ത് ഉണ്ടാക്കുക. വലിയ ആവേശത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു വലിയ അവസ്ഥകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ +2 പഠിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് തലേന്ന് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ആയിട്ട് പള്ളിയിൽ പോകും. കുർബാന കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരു ഉണ്ണീശോയുടെ രൂപം, നല്ല മനോഹരമായ ഒരു കുഞ്ഞ് ഉണ്ണീശോയുടെ രൂപം തന്നു. ആ പെൺകുട്ടിയെ എനിക്ക് പരിചയമോ എനിക്ക് തിരിച്ചങ്ങോട്ട് പരിചയമോ ഒന്നുമില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചെന്നും പിന്നെ ഞാൻ പിന്നീട് ആലോചിക്കുകയുണ്ടായി. പക്ഷെ ഒരു എത്തുംപിടി നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം. വളരെ മനോഹരമായ ഒരു ഓർമ്മയാണ്. ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ചെറുപ്പകാലത്തിൽ ഈ സാന്റാക്ലോസിനെ വെയിറ്റ് ചെയ്ത് അവരുടെ മിഠായി ഒക്കെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു കുട്ടിക്കാലമാണ്. ഞാൻ ചെറുപ്പത്തിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കരോളിനൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2021 സാന്റാക്ലോസിന്റെ വേഷം ഇട്ട് ഞാനൊരു കോളനിയിൽ ഞങ്ങളുടെ അടിവാരം അങ്ങാടിയിലൊക്കെ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തു. എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. മുട്ടായി അല്ല, ഗിഫ്റ്റ്. എന്നിപ്പം അവരുടെ ഓർമ്മയിൽ ഏറ്റവും നല്ല ഒരു ക്രിസ്മസ് അവർക്ക് നൽകാൻ എനിക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഏറ്റവും നല്ല ഒരു ക്രിസ്മസ് കാലം. ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിലുള്ള ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പനാവുക, ക്രിസ്മസ് പാപ്പയാവുക എന്നാണ് എല്ലാ ക്രിസ്മസിൻ്റെ എൻ്റെ റോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ ഇങ്ങനെ പാടും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നിങ്ങൾ മധുരമായൊരു ഗാനം ആലപിക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഗാനം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. പൈതല യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലലല 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 ആഹാ ആഹാ ആഹാ. ചെറുപ്പത്തിൽ നമ്മൾ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. അന്ന് ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് നക്ഷത്രങ്ങളൊന്നും അവൈലബിൾ ആയി. അപ്പോൾ നമ്മൾ ഈറ്റ വെട്ടി അതിൻ്റെ കമ്പ് കൊണ്ട് അതിൽ കളർ പേപ്പർ ഒട്ടിച്ചാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ വീടുകളിലും ഓരോ വലിപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ. അതൊരു മത്സരമാണ്, ആര് വലുതുണ്ടാക്കും ആര് ചെറുതുണ്ടാക്കും എന്ന രീതി. പള്ളിയിലൊക്കെ വളരെ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാക്കും.
6 അടിയൊക്കെ ഉള്ള വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ടാകും. എന്നിട്ട് നമ്മൾ ഇത് വീടിൻ്റെ മുമ്പിലൊക്കെ ഉള്ള മരത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കിയിടും. അപ്പോൾ വലിയ കാറ്റൊക്കെ വരുമ്പോൾ ഇത് ആടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചം കാണാൻ വേണ്ടി നമ്മൾ വെക്കുന്ന മിക്കവാറും തിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ കാറ്റാടുമ്പോൾ ഇത് കത്തിപ്പോവും. അപ്പോൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കണം. വീണ്ടും ഈറ്റ വെട്ടി വീണ്ടും പേപ്പർ ഒട്ടിച്ച് നമ്മൾ നക്ഷത്രം ഉണ്ടാക്കി കെട്ടിത്തൂക്കിയിടും. എൻ്റെ ക്രിസ്മസ് ഓർമ്മ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു ക്രിസ്മസ് ദിനമാണ്. അന്ന് പുൽക്കൂട്ടിൽ വെക്കാനായി എൻ്റെ വീട്ടിൽ ഉണ്ണീശോ സെറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മണ്ണുകൊണ്ട് കുഴച്ച് എൻ്റെ കയ്യിലുള്ള വാട്ടർ കളറൊക്കെ വെച്ച് കളറൊക്കെ അടിച്ച് ഞാനത് പുൽക്കൂട്ടിൽ വെച്ച്. അന്ന് ഇടവകയിൽ 1ാം സമ്മാനം എനിക്കതിന് ലഭിക്കുകയും ചെയ്തു. ഞാനും ചാച്ചനും അമ്മയും ചേട്ടനും അനിയനും എല്ലാം വളരെ സന്തോഷത്തിലായിരുന്ന ആ ഒരു ദിവസമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. എൻ്റെ ക്രിസ്മസ് ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞാനും ചേച്ചിയും ഒരുക്കുന്ന ഒരു കൊച്ചു പുൽക്കൂട് തന്നെയാണ്. ഉണ്ണീശോ പിറക്കുന്ന ഒരിടം എന്ന് പറയുമ്പോൾ അതിനെ എത്രയും ലളിതമാക്കാൻ പറ്റുമോ അത്രയും ലളിതമാക്കിയിട്ടാണ് ഞങ്ങൾ ഒരുക്കുക. അതിനായുള്ള ഒരുക്കങ്ങൾ തന്നെ കുറച്ച് വലിയ രീതിയിലാണ്. എന്നാലും ഞങ്ങളുടെ പുൽക്കൂട് കൊച്ചു സിമ്പിളായിരിക്കും. വീട്ടിലെ ആഘോഷങ്ങളെ ശരിക്കും എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാം ഒരു കളർഫുൾ വേൾഡാണ്. ഞങ്ങൾക്കിടയിലെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് തന്നെ ക്രിസ്മസ് രാവാണ്. അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ ക്രിസ്മസ് വിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും അത് വലുതാണ്. 25 ദിവസം നൊയമ്പെടുത്ത് പരിശുദ്ധ കുർബാന കണ്ട് അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നൊയമ്പറക്കലും പിറ്റേ ദിവസം അതിനായിട്ടുള്ള ഒരുക്കങ്ങളും എല്ലാം അടിപൊളിയാണ്. ഞാനൊരു 12 വർഷം മുമ്പത്തെ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് കാലം ഓർക്കാണ്. അന്ന് എൻ്റെ മകൾക്ക് 2.5 വയസ്സ് പ്രായമാണ്. അപ്പോൾ അവള് കയ്യിൽ കൊണ്ട് ഊണിലും മുറക്കത്തിലെല്ലാം കൊണ്ട് നടന്നിരുന്ന ഒരു ടെഡി ബെയർ ഉണ്ടായിരുന്നു. അവളുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ടെഡി ബെയറാണ്. അതില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആ വർഷം ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കി. ആ പുൽക്കൂട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആലോചിച്ചത് എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ തലയിൽ ഒരു ആശയം വന്നു. ഞങ്ങൾ മകളുടെ ഈ ടെഡി ബെയർ അവളുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവളെ വിട്ടുതരാൻ ഒരിക്കലായിരുന്നു. ഞങ്ങൾ ആ ടെഡി ബെയർ ഉപയോഗിച്ച് ഒരു ക്രിസ്മസ് പാപ്പനെ ഉണ്ടാക്കി. പക്ഷെ അവളെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തട്ടിപ്പറിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടും വീണ്ടും ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് മറ്റു കാര്യങ്ങൾക്കൊക്കെ അവളെ വഴി തിരിച്ചു വിട്ടിട്ടാണ് ഞങ്ങൾ ആ ടെഡി ബെയറിനെ ക്രിസ്മസ് പാപ്പയാക്കി ഞങ്ങളുടെ പുൽക്കൂടിന് മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പുൽക്കൂട് കാണാൻ പുറമെന്നുള്ള ആൾക്കാരെല്ലാവരും വന്നു. അവരെല്ലാവരും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അത്രയും മനോഹരമായിരുന്നു ആ ടെഡി ബെയർ അതിന്റെ മുമ്പിൽ കൂടിന് മുൻപിൽ നിൽക്കുമ്പോൾ. കൂടിനേക്കാൾ പ്രാധാന്യം ആ പാപ്പയ്ക്കായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും പാതിര കുർബാനയെല്ലാം കഴിഞ്ഞ് ഉറങ്ങി. ഉറക്കത്തിനിടയിൽ വീടിന് മുമ്പിൽ പട്ടികൾ ഇങ്ങനെ ഓടുന്ന ശബ്ദവും വലിയ കടിപിടി കൂടുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടു. ഞങ്ങൾ ജനലിലൂടെ നോക്കുമ്പോൾ 5-10 പട്ടികൾ ഇങ്ങനെ വീടിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്നില്ല. പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ പുൽക്കൂടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ പറമ്പിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് ഈ പാപ്പയെ കണ്ടു കിട്ടുന്നത്. ആകെ വലിച്ചു കീറി അതിൻ്റെ പഞ്ഞിയെല്ലാം പുറത്തിട്ടിട്ട് വികൃതമാക്കിയ അവസ്ഥയിലായിരുന്നു. അതെ, പുൽക്കൂട്ടിലെ പാപ്പയല്ല, ഉണ്ണിയാണ് താരം. ക്രിസ്മസിനെ കുറിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞത് സെമിനാരിൽ പോയിട്ട് 5ാമത്തെ വർഷം ഞങ്ങൾക്ക് ഉടുപ്പ് കിട്ടിയിട്ട് അന്ന് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. അന്ന് അവിടെ തന്നെയാണ്, സെമിനാരിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക. വൈകിട്ടുള്ള കുർബാനയ്ക്കും ആഘോഷത്തിനും ശേഷം അവിടെയുള്ള ഞങ്ങളന്ന് തമിഴ്നാട്ടിലാണ്. അപ്പൊ ആ ഏരിയയിലൊക്കെ ഈ തമിഴ് കൾച്ചർ ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല അവിടുത്തെ ക്രിസ്മസ് ആഘോഷം. പക്ഷെ ഞങ്ങൾ ബ്രദേഴ്സ് കുറച്ച് പേര് ഇറങ്ങി എല്ലാ വീടുകളിലും പോയി അവിടുത്തെ പിള്ളേരെ കൂട്ടിയിട്ട് വൈകിട്ട് കരോളിന് പോയിട്ട് അങ്ങനെ ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു ക്രിസ്മസ് ആഘോഷം ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ആഘോഷിച്ചതും ആ ഒരു ക്രിസ്മസ് തന്നെയാണ്. അപ്പോൾ ലൈഫിൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഈശോനെ എത്തിക്കാൻ അന്ന് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പുൽക്കൂട് നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ദിവസങ്ങളുമാണ്. ആ ഒരു പുൽക്കൂട് നിർമ്മാണം തീർച്ചയായിട്ടും ഇന്ന് ചെയ്യുന്ന ജോലിയിലേക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും അവർ കാണുന്ന ഒരു പുൽക്കൂട് എന്നുള്ളത് നമ്മളുടെ മനസ്സിനോട് ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കുക. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡൽഹിയിലെ ഗോൾഡാഖാന ചർച്ചിൽ ഉള്ള ക്രിസ്മസ് ആഘോഷമാണ്. ക്രിസ്മസിന്റെ എല്ലാ ഒരുക്കങ്ങളും, അതായത് ക്രിബ്, പുൽക്കൂട് കാര്യങ്ങളെല്ലാം ഉണ്ട്. മാനുഷികമായിട്ട് ആരെയും തന്നെ ഇൻവൈറ്റ് ചെയ്യാതെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് 100,000-ഓളം ജനമാണ് ആ കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്രിസ്മസ് ദിവസം കടന്നു വരുന്നത്. ഈ വരുന്ന ജനത്തിൽ പലരുടെയും കയ്യിൽ എന്താന്ന് വെച്ചാൽ ഒരു മെഴുകുതിരി, ഒത്തിരിയല്ല, ഒരു റോസാപ്പൂ,
ഒരു മെഴുകുതിരി, ഇത്രയും കൊണ്ടൊക്കെയാണ് അവർ വരുന്നത്. അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനും ഈശോയെ ഒന്ന് കണ്ട് ആരാധിക്കാനും എന്തെങ്കിലുമൊക്കെ ഈശോയോട് ഒന്ന് പ്രാർത്ഥന ചോദിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാനുമായിട്ടാണ് അവർ വരുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുന്നത്. അന്നത്തെ കരോളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് നിൽക്കുന്നത്. അന്ന് പോകുമ്പോൾ വീടുകളിൽ നിന്ന് കിട്ടിയ വട്ടയപ്പവും കൊഴുക്കട്ടയും കപ്പപ്പുഴുക്കുമൊക്കെ ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പെട്രോൾ മാസിൻ്റെ വെട്ടത്തിൽ നേരം വെളുക്കുമ്പോഴും അവിടുത്തെ ആ കൊടും തണുപ്പിൽ പാട്ടുപാടി നടന്നത് നല്ല ഓർമ്മയായി ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളിപ്പോൾ മംഗളവാർത്തക്കാലം തുടങ്ങുമ്പോഴേക്കും നമ്മൾ പള്ളിയിൽ സ്റ്റാർ ഇടും, അതായത് ഡിസംബർ 1-ാം തീയതി. അപ്പോൾ ഈ നമ്മൾ നേരത്തെ തന്നെ പോയി നമ്മൾ ഈ ഫ്ലെക്സ് ഒക്കെ വാങ്ങിച്ച് ഇരുമ്പിന്റെ കമ്പിയിൽ നമ്മൾ സ്റ്റാർ ഇടും. അപ്പോഴേക്കും നമ്മൾ അപ്പം തൊട്ട് ഈ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ ഈ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങാണ്. പിന്നീട് ആയാലും നമ്മൾ കരോളിന് വേണ്ടിയിട്ട് ഒരുങ്ങി കൂട്ടുകാരുടെ യുവദീപ്തിയിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി നമ്മൾ കരോള് പോവും. അതുപോലെ തന്നെ പുൽക്കൂട് ഇടുന്നതായാലും നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഉണ്ടാക്കുക. അതുകൂടാതെ പള്ളിയിൽ തന്നെ നമ്മൾ ഈ വൈകുന്നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്ത് നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങും. ഇടുക്കിയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി കരോൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് വാർഡുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ക്രിസ്മസിന്റെ തലേന്ന് 24-ാം തീയതിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അതിനൊരു കരോൾ നടത്തും. അത് കോമ്പറ്റീഷനായിട്ടും എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. കാരണം അങ്ങനെ നേരെ നമ്മൾ ഡിസംബർ 25 പ്രവേശിക്കുകയാണ്, ക്രിസ്മസ് ആയി. ആ ഒരു രീതി ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ക്രിസ്മസിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ചെറുപ്പകാലത്ത് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു, വലിയ ആനന്ദമായിരുന്നു. കാടിൽ പോയിട്ട് ചെറിയ മരത്തിൻ്റെ ചെല്ലുകളൊക്കെ വെട്ടി അതുകൊണ്ട് ഒരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പുല്ലുകൊണ്ട് മേഞ്ഞ് അതിൽ ഉണ്ണീശോയുടെ ഒരു ചെറിയ പടം വെച്ചു. ഒപ്പം തന്നെ യോസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ പടങ്ങൾ വെക്കുന്നു. കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് പടം വാങ്ങാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ആനന്ദം നിറഞ്ഞ കാലഘട്ടം, അതൊക്കെ വലിയ ഒരു ക്രിസ്മസിൻ്റെ ദിനത്തിലെ വലിയൊരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് പപ്പാഞ്ഞി. ആ കരോള് പോകാനായിട്ട് പപ്പാഞ്ഞിയുടെ മുഖം മൂടിയും ഡ്രസ്സ് റെഡിയാക്കണ ചിലപ്പോൾ തലേന്നായിരിക്കും. ആകെ 2-3 ദിവസമാണ് കരോള് പോകാനായിട്ട് വീട്ടുകാരെ സമ്മതിക്കുന്നത്. അപ്പോഴേക്കും ചേട്ടന്മാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒരു അടിയും ബഹളവും പിന്നെ സാധനങ്ങൾ മേടിക്കലും രാത്രി എല്ലാവരും കൂടി കിട്ടണ കമ്പും കോലും ബലൂണും എല്ലാം കൂടി ചേർത്ത് എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങുക. ക്രിസ്തു വന്നതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എങ്കിലും ആ ഒരു ഓളമാണ് ഞങ്ങളെപ്പോഴും ക്രിസ്മസ് ആക്കൊണ്ടിരുന്നത്. ആ എല്ലാവരും കൂടുമ്പോഴുള്ള സന്തോഷവും നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലും അവർക്കുണ്ടാകുന്ന സന്തോഷവും അവർ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരും. ഒരു മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം പങ്കുവെക്കുന്ന അനുഭവമാണ് കരോളിലൂടെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കരോളുമായി എല്ലാ യൂണിറ്റുകളിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നതും പള്ളിയിൽ ചെന്നുകൊണ്ട് അച്ഛനോട് ചേർന്ന് അവരുടെ വക യൂണിറ്റ് അംഗങ്ങൾ ചേർന്നുകൊണ്ടെല്ലാം കർത്താവിനെ പാട്ടുപാടി ആരാധിക്കുകയും കരോൾഗാനങ്ങൾ ആലപിക്കുകയും തപ്പ് താളമോടുകൂടി നൃത്തചൂടോടെ ഞങ്ങൾ കളിച്ചൊക്കെ ഓർക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമായിരുന്നു. NSS ക്യാമ്പിലായിരുന്നു അത്. ഞങ്ങളൊരു 50 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ച് കരോള് പോയും പാതിരാ കുർബാനയ്ക്ക് പോയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് കരോള് തന്നെയായിരിക്കും. കാരണം പപ്പയും ചേട്ടനും കുടുംബക്കാരും എല്ലാവരും ഒന്നിച്ച് തൊട്ടടുത്തൊരു വീട്ടിലെ പാറപ്പുറത്തിരുന്ന് കരോൾഗാനം പ്രാക്ടീസ് ചെയ്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ഓർമ്മ. ഏറ്റവും വലിയ സന്തോഷം ഈ ക്രിസ്മസ് കാലയളവിൽ ഈ ക്രിസ്മസ് കാർഡ് കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ക്രിസ്മസ് കാർഡ് അയച്ചു തരുമായിരുന്നു. അതിങ്ങനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് വലിയ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ അത് കാണുന്നതും അത് സൂക്ഷിച്ചു വെക്കുന്നതും എൻ്റെ ഒരു വലിയ ശീലമായിരുന്നു. കിട്ടുന്ന ക്രിസ്മസ് കാർഡുകളെല്ലാം വളരെ സുരക്ഷിതമായി വളരെ ഭംഗിയോടുകൂടി ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ആ കാർഡ് കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എൻ്റെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ പണ്ട് കാലത്ത് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റില് പുൽക്കൂട് അതും യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ ഓർമ്മ വരാറ്. കാരണം അത് എല്ലാ കാര്യങ്ങളും ഉണ്ണീശോ ആയാലും മാതാവ് ഔസേപിതാവ് ആട്ടിടയന്മാര് എല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്യുക. കളിമണ്ണ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവം അതാണ് എപ്പോഴും എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഇടവക പള്ളികളിൽ ക്രിസ്മസ് കൂപ്പൺ ഇറക്കാറുണ്ട്. അത് 10 പൈസയ്ക്കുള്ള കൂപ്പൺ റേറ്റ്. പക്ഷേ എങ്കിലും പാതിര കുർബാനയ്ക്ക്
പാതിർവാനിക്ക് പോയിട്ട് അത് കുർബാന കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് ട്രീയിൽ നിന്നും വലിയ വലിയ പൊതികളിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂപ്പൺ കൊടുക്കുമ്പോൾ ആ പൊതികൾ പൊട്ടിച്ച് അതിൽ ചെറിയ ചെറിയ സമ്മാനങ്ങളായിരിക്കും, PP അല്ലെങ്കിൽ ഒരു പേന, ഒരു പെൻസില്, അങ്ങനെ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതായിരുന്നു. പിന്നെ പാതിർകുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണെങ്കിൽ ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ കൊണ്ടുവയ്ക്കുക, പടക്കം പൊട്ടിക്കുക, കമ്പത്തിരി കത്തിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഓരോ ഓർമ്മകൾ. ക്രിസ്മസിന്റെ തലേദിവസം 24-ാം തീയതി നമ്മളാണെങ്കിൽ പള്ളിയിലെ പരിപാടികളും മറ്റേ കപ്പേളയിലത്തെ ക്രിസ്മസ് ട്രീ അലങ്കാരവും പുൽക്കൂടിന്റെ പണികളൊക്കെ കഴിഞ്ഞ് വിശന്നൊലഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ചോറും സാമ്പാറും കൊണ്ട് അമ്മ വരണം. അപ്പോഴാണെങ്കിൽ ആ സമയത്തുണ്ടല്ലോ അടുക്കളയിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ബീഫും ചിക്കനും മീനൊക്കെ ഇടും തിളയ്ക്കുക, അങ്ങനത്തെ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നമ്മൾ ഈ ചോറും സാമ്പാറും അച്ചാറൊക്കെ കൂട്ടി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാട്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടേറിയ സംഭവമായിരുന്നു. ഭയങ്കര വിഷമം തോന്നിയൊരു സന്ദർഭമായിരുന്നു അത്. നമ്മൾ 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ കാത്തിരുന്ന ആ ഒരു കാത്തിരിപ്പല്ലായിരുന്നു ഈ ഒരു ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. വലിയൊരു സംഭവമായിരുന്നു. ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു രസകരമായ സംഭവം എൻ്റെ ക്രിസ്മസിൽ. ചെറുപ്പകാലത്ത് ക്രിസ്മസ് ആവാൻ ഞങ്ങൾ കാത്തിരിക്കും, പുൽക്കൂട് പണിയാനും അങ്ങനെ പുൽക്കൂടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഒരു ക്രിസ്മസിന്റെ 2 ആഴ്ച മുന്നേ പുൽക്കൂടിലേക്ക് വേണ്ടിയിട്ടുള്ള ചാമ വെച്ച് പുല്ലിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ് പരീക്ഷയായി. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കാത്തിരിക്കും. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ പുൽക്കൂടിനുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കും. പുൽക്കൂടിലേക്ക് നക്ഷത്രം ഇടല്, പിന്നെ മാലവിളമ്പ് ഇടല്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ തുടങ്ങും. അങ്ങനെ ക്രിസ്മസ് ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. എന്റെ ഓർമ്മയിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക പള്ളിയിൽ ക്രിസ്മസ് ആണ്. കാരണം 25 ദിവസം പള്ളിയിലൊക്കെ പോയി ആ ലാസ്റ്റ് ദിവസം പാതിര കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇടവക സമൂഹം ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കും. ഞങ്ങളുടെ പള്ളിയിൽ ക്രിസ്മസിന് ക്രിസ്മസ് കരോൾ ഗാന മത്സരമുണ്ട്. അതിനുശേഷം യൂണിറ്റ് തല ഡാൻസ് മത്സരങ്ങള്, ഫ്ലാഷ് മോബ് മത്സരം, അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളുണ്ട്. അപ്പൊ അത് ഒരു വാശിയാണ്, ഏത് യൂണിറ്റ് ആയിരിക്കും ജയിക്കുക, ഞങ്ങളുടെ യൂണിറ്റ് ജയിക്കണം, മറ്റേ യൂണിറ്റ് ജയിക്കണം. അപ്പൊ ആ ടീമും ഈ ടീമിൽ തമ്മിലുള്ള ഒരു അടിപൊളി മത്സരമൊക്കെ നടക്കും. അപ്പൊ അതാണ് എന്റെ ഓർമ്മയിൽ ക്രിസ്മസ്. നവംബർ മാസം ഒരു പകുതി കഴിയുമ്പോൾ തന്നെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഉണ്ണീശോ പുല്ല് എന്ന് പറയുന്ന ഒരുതരം പുല്ലുകൾ നമ്മുടെ പറമ്പിലും തൊടിയിലും എല്ലാം ധാരാളമായിട്ട് വളർന്നേക്കും. അപ്പൊ അതൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി കൊച്ചുനാളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ടും എന്നെ ക്രിസ്മസ് ആകർഷിച്ചിരുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്ന, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് കേക്ക് എന്നല്ല സാധാരണ കേക്ക് എന്നാണ് പറയുന്നത്. അത് 365 ദിവസവും നമ്മുടെ ബേക്കറി ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അത് ഈ ക്രിസ്മസിന്റെ ആ ഒരു ലാസ്റ്റ് വീക്കിലായിരിക്കും നമുക്ക് അത് കിട്ടുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു കേക്ക് കൊണ്ടു തരുമ്പോൾ അത് വലിയ താല്പര്യത്തോടെ ആകാംക്ഷയോടെ അതിനുവേണ്ടി അതിൻ്റെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കേക്കിൻ്റെ ആ മധുരം എന്ന് പറയുന്നത് അത് ഇന്നും അതിൻ്റെ ആ രുചി വായിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, കുട്ടിക്കാലത്ത് ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹാരമായിരുന്നു. കാരണം ഞങ്ങൾ ആ ഏരിയയിലുള്ള എല്ലാവരും അതിന് ജാതി മതവും ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ക്രിസ്മസിന്റെ ദിവസം തലേ ദിവസം തന്നെ പടക്കം മേടിക്കുന്ന കടയിൽ പോകും. അതിനുശേഷം ഒരുപാട് പടക്കം മേടിക്കും. വീട്ടിൽ നിന്ന് തരുന്ന പൈസക്ക് മൊത്തം പടക്കം മേടിക്കും. അതും പലതരത്തിലുള്ള പടക്കങ്ങൾ മേടിക്കും. എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് എല്ലാ വീട്ടിൽ കൂടെ നടന്ന് പടക്കം പൊട്ടിക്കലും. പിന്നെ ഇത് കഴിഞ്ഞ് വെച്ചിട്ട് കരോളിന് പോകുമ്പോൾ കീശയിൽ പടക്കമായിട്ട് പോയിച്ചിട്ട് ആരുടെയിലൊക്കെ കാലിന്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവച്ച് പടക്കം പൊട്ടിക്കുന്നതൊക്കെ ആയിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ പടക്കം പൊട്ടിക്കലായിരുന്നു ക്രിസ്മസിന്റെ. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ പള്ളിയിൽ കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീ എടുക്കുന്ന പരിപാടി, അത് ഇന്നും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. കാരണം പലപ്പോഴും വളരെ നമ്മൾ 5 രൂപയ്ക്കൊക്കെ ക്രിസ്മസ് ട്രീ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കല്ലൊക്കെ വെച്ചിട്ട് കിട്ടുന്നത് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷവും ഒരു രസമുള്ള ഓർമ്മകളായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതും അന്നേ ദിവസം പള്ളിയിൽ ഒരുമിച്ച് പോകുന്നതും പിന്നെ അന്നത്തെ ഫുഡൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ എല്ലാവരും കൂടെ ആ ദിവസം എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതും അവിടെ ചെന്ന് ആഘോഷിക്കുന്നതും അങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ ഓർമ്മയിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫാമിലിയായി ഒരുമിച്ച് പാതിര കുർബാനയ്ക്ക് പോകുന്നതും തിരിച്ചു വന്ന് വട്ടയപ്പും ഇറച്ചിക്കറിയും കൂട്ടി നോമ്പ് വീടുന്നതുമാണ്.
എ ടൈം ഓഫ് റിയൽ ജോയ്, പീസ് ആൻഡ് ഹോളിനെസ്. അന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് നക്ഷത്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ. അന്നത്തെ കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല, ഒരു വീടുകളിൽ തന്നെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാ കൂട്ടുകാരും കൂടി പോയി ഈറ്റ വെട്ടിക്കീറി വൃത്തിയാക്കി അതിനകത്ത് വർണ്ണക്കടലാസുകൾ ഒട്ടിച്ച് നക്ഷത്രം ഉണ്ടാക്കിയിരുന്നു. രാത്രിയായിക്ക് വെളിച്ചം ലഭിക്കുവാനായിട്ട് നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ചിരട്ട വെച്ചിട്ട് മെഴുകുതിരി അതിനകത്ത് കത്തിച്ചു വെച്ചാണ് പ്രകാശം കിട്ടിയിട്ടില്ല. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ആ കരോള് പോവുക, ഉണ്ണീശോയോട് പോവുക, അങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി വലിയ ആനന്ദത്തോടെ ഇങ്ങനെ എല്ലാ ഈശോയുടെ ജനനത്തെക്കുറിച്ച് എല്ലാവരും അറിയിക്കുക, ആ സന്തോഷം പങ്കുവെക്കുക. അതാണ് എൻ്റെ ജീവിതത്തിൽ കരോൾ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം. എൻ്റെ പണ്ട് തറവാട് ഒരു പാടത്താണ്, അതായത് വീടിന്റെ ഫ്രണ്ടില് പാടാണ്. അപ്പം ഈ ഡിസംബർ മാസമൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ പ്രകൃതി എല്ലാം ചേഞ്ചായ ഒരു ഫീല്, അതായത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നതാണ് ആ ഒരു സമയത്ത് വരുന്ന ഒരു കാറ്റ്. പ്രകൃതി അടക്കം നമുക്ക് ഇതിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വരാറുണ്ട്. ഞങ്ങളുടെ വീടാണ് ആ ഭാഗത്ത് ഉള്ളത് മെയിനായിട്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് വരണ വെച്ചാൽ വരമ്പൊക്കെയാണ്. അപ്പം ആ വരമ്പിക്കോടെ ഇങ്ങനെ കരോൾ ഗാനൊക്കെ പാടി ഈ കരോൾ ടീമൊക്കെ വരുന്നതൊക്കെ ഓർമ്മയുണ്ടാകും. എൻ്റെ ഓർമ്മയിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് ഓർമ്മയിൽ വരുന്നത് പുൽക്കൂടാണ്. പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഡിസംബർ മാസം ആദ്യം തൊട്ട് തന്നെ തുടങ്ങും. ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു നവംബർ തൊട്ട് ക്രിസ്മസിന് വേണ്ടിയുള്ള ദിവസം എണ്ണാൻ തുടങ്ങും. അതേപോലെ തന്നെ പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഡിസംബർ തൊട്ട് തുടങ്ങും. ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക്, എല്ലാവരും ഉള്ളപ്പോഴൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല, അത് നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ പുല്ല് പറിച്ച് സ്റ്റോക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവെക്കും. പറിച്ച് വെക്കും. ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ പറിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന കാര്യം. അങ്ങനെ പറിച്ചു വെക്കും. കാരണം ലാസ്റ്റ് മിനിറ്റ് പറിക്കാൻ പോയി കഴിഞ്ഞാൽ പുല്ലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു 22-23 ആകുമ്പോൾ ചാച്ചൻ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങും. എല്ലാ വർഷവും നല്ല വ്യത്യസ്തമായിട്ടുള്ള പുൽക്കൂടുകളായിരിക്കും ചാച്ചൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഇതാണ് എൻ്റെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഓർമ്മ. സ്കൂളിൽ കൂട്ടുകാരുടെ കൂടെ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടതും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് അങ്ങനെ ആഘോഷിച്ചിരുന്ന കാലമാണ്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് പിന്നെ അത് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ, ഞങ്ങൾ കസിൻസ് 10 പേരുണ്ട്, അവരുടെ ഫാമിലിയും എല്ലാവരും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമായിട്ടാണ് ഞങ്ങളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. KCMലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടം അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. കാരണം ഒരു ക്രിസ്മസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് പള്ളിയിലായിരിക്കും. പള്ളിയിലെ മുറ്റത്തൊക്കെ മൊത്തം ഈ ക്രിബ് ഉണ്ടാക്കലും പരിപാടികളൊക്കെ ആയിട്ട് അന്ന് വൈകുന്നേരം ഫുഡൊക്കെ പിന്നെ പള്ളിയിലൊക്കെയാണ്. കൂട്ടുകാരെ കൊണ്ട് ഒരു 10-25 പേരുണ്ടാവും. 3 ദിവസവും പള്ളിയിലായിരിക്കും. പിന്നെ കുർബാനയ്ക്ക് കുറേ 1 മണിക്കൂർ മുമ്പൊക്കെ അവിടുന്ന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. 3 ദിവസം രാത്രി ഫുള്ള് പള്ളിയിലായിരിക്കും. അതൊക്കെ വളരെ ഇപ്പോഴും ഓർക്കുമ്പോൾ ആ സമയത്തെ ഒക്കെ ക്രിസ്മസ് കാലഘട്ടങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മളെ മനസ്സിൽ അത്ര സന്തോഷമാണ് നിറയ്ക്കുന്നത്. ചെറുപ്പകാലത്ത് എൻ്റെ ക്രിസ്മസ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്, ജ്യേഷ്ഠൻ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ക്രിസ്മസ് സമയങ്ങളിൽ പേസ്ട്രി കേക്ക് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഈ പേസ്ട്രി കേക്ക് ആസ്വദിക്കാനുള്ള ഒരു ത്വര ആ സമയങ്ങളിൽ എന്നെ ക്രിസ്മസിനോട് ഒത്തിരി ആകാംക്ഷ ഉള്ള വ്യക്തിയാക്കിയിരുന്നു. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി തന്നെ കടന്നു വരുന്നത് ആ വൃശ്ചിക കാറ്റും ആ കുളിർമയിൽ ആ തണുപ്പിൽ പാതിര കുർബാനയ്ക്ക് പോകുന്നതുമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ഓർമ്മ. അതുപോലെ പാട്ടിന്റെ ഈരടികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ്. ആ ക്രിസ്മസിനെ തീക്ഷ്ണമായി ആ ക്രിസ്മസ് രാത്രി 2 കിലോമീറ്ററോളം ദൂരമാണ് എൻ്റെ പള്ളി. ആ പള്ളിയിലേക്ക് പോകുന്നത് മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ഉണ്ടായിരിക്കുക, എന്നാലും തീക്ഷ്ണതയോടുകൂടി ചെന്ന് പള്ളിയുടെ വിശുദ്ധ ബലിയർപ്പിക്കുന്നതിൻ്റെ അടുത്തന്നെ വന്നിരുന്ന് അവിടെ ബലിയർപ്പിക്കാനായിട്ട് കാത്തിരിക്കും. അതിൽ കൂടി ആ ഈശോയുടെ പിറവി, ഈശോയെ കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ സ്നേഹത്തോടും കൂടി തീക്ഷ്ണതയോടെ കാണാനുള്ള വലിയ വ്യഗ്രതയാണ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ തറവാട്ട് വീടാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് വലിയച്ചാച്ചന, വല്യമ്മ, ആൻറ്റിമാർ, പാപ്പന്മാർ, എൻ്റെ ചാച്ചന, മമ്മി ഇവരെല്ലാം കൂടി പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല. വലിയച്ചാച്ചനാണെങ്കിലും ഇതിന് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഡിസംബർ തുടങ്ങുന്നത് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അവരെങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ ആ പുറകെ ഞങ്ങൾ പോകും.
ഞങ്ങളൊരു വലിയ ആകാംക്ഷയാണ്. കാരണം പുൽക്കൂട് ഉണ്ടാക്കുക, ഉണ്ണി പറക്കാന്നൊക്കെ കേട്ട് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുപോലെ ഒരുമിച്ച് ഉണ്ണീശോ പുല്ല് പറിക്കാനൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ ഓടി നടക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ പുൽക്കൂട് കെട്ടുന്നു. അതുപോലെ തന്നെ ഒന്നിച്ച് പള്ളിയിൽ പോകുന്നു, തിരിച്ചു വന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. യേശുവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശിമയോൻ ഉണ്ണിയേശുവിനെ തൻ്റെ കരങ്ങളിലെടുത്ത് ഇപ്രകാരം ഉദ്ഘോഷിച്ചു: സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു പ്രവചനമായിരുന്നു. എല്ലാ ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ കർത്താവായ ക്രിസ്തുവാണ്. ക്രിസ്മസ് എപ്പോഴാണ് അർത്ഥപൂർണമായി തീരുന്നത്? രക്ഷയാകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി നാം രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ് ക്രിസ്മസ് അനുഭവമായി തീരുന്നത്. ഒപ്പം ഈ രക്ഷയിലേക്ക് അനേകരെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ക്രിസ്മസ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായി തീരുകയാണ്. വെറും ഒരു ആഘോഷമായി, ചടങ്ങായി, ആർഭാടമായി ഈ രക്ഷയുടെ തിരുനാൾ അധപതിക്കാതെ യഥാർത്ഥത്തിൽ രക്ഷയെ സ്വന്തമാക്കി ആ രക്ഷയുടെ ആനന്ദത്തിൽ ജീവിക്കുന്നവരായി നമുക്കെല്ലാവർക്കും മാറാം. അങ്ങനെ ക്രിസ്മസ് കൂടുതൽ അർത്ഥപൂർണമാക്കി നമുക്ക് മാറ്റാം. ടീം ഷെക്കേനയുടെ നമ്മുടെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ നിങ്ങൾക്കേവർക്കും ഒത്തിരി സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. മേരി ക്രിസ്മസ്. ഈരാവും കുളിരുമെന്നെന്നും എന്നുള്ളിൽ പൂക്കും മരം പോലെയാ. ഈ മഞ്ഞിൽ കാണുന്നിതൻ നെഞ്ചിൽ സ്വപ്നങ്ങൾ വിടരുന്ന പനിനീർപ്പൂ പോൽ. ഇടനെഞ്ചിലായി മിഴി ചേർത്തു വച്ച നറുമോഹങ്ങൾ, കനവെന്നിലായി മഴ പെയ്തിറങ്ങിയ താളങ്ങൾ, അരികിലായി ചേർന്നൊരു പ്രിയ താരകം എന്നിലെ കനലുകളിനി മാഞ്ഞു. മേലെ